ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് വൈറലായി. ആ യുവാവ് ആത്മഹത്യ ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞ് ആ യുവതി പിടിയിലാവും. പിടിയിലായ യുവതിയെ റിമാൻഡ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് റിമാൻഡ്, എന്താണ് ബെയിൽ, എന്താണ് ജയിൽ, എന്താണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോലീസ് കണ്ടെത്തുന്നു. പോലീസ് എഫ്ഐആർ പ്രതിയെ കൊണ്ട് മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. റിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതി കുറച്ച് സമയത്തേക്ക് ഒരു ഡിറ്റൻഷൻ ചെയ്യുന്നു, ജയിലിൽ പാർപ്പിക്കുന്നു. ഇതിനെയാണ് റിമാൻഡ് എന്ന് പറയുന്നത്. റിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ മജിസ്ട്രേറ്റിന്റെ ജുറിസ്ഡിക്ഷനിൽ അണ്ടറിലുള്ള ജയിലിൽ പാർപ്പിക്കുന്നു. ഇനി നേരെ ജയിലിലേക്ക് ചെല്ലുന്നു. ജയിലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇവർ അണ്ടർ ട്രയൽ കൺവിക്റ്റ് എന്ന് പറയും. അണ്ടർ ട്രയൽ കൺവിക്റ്റ് ആയിട്ടാണ് അവിടെ പാർപ്പിക്കുന്നത്. ഇവർക്ക് ജയിലിലെ നിയമം അനുസരിച്ചിട്ട് ഇവരെ പ്രത്യേക സെല്ലിലാണ് പാർപ്പിക്കുന്നത്. പാർപ്പിച്ചിട്ട് ഇവർക്ക് ഒരു നമ്പർ കൊടുക്കും. നമ്പർ കൊടുത്തിട്ട് ഇവർ സിവിൽ ഡ്രസ്സിലാണ് അവിടെ നിൽക്കേണ്ടത്. ഇവർക്ക് ജയിലിലുള്ള ഭക്ഷണം കഴിക്കാം, ഒരു ജോലിക്കും പോകണ്ട. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജയിലിൽ നിന്നുള്ള വരുമാനവും ഉണ്ടായില്ല. പിന്നെ ചുരുക്കം ചില പേർക്ക് മാത്രമേ എന്തെങ്കിലും മെഡിസിൻ സപ്ലൈ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കുള്ളൂ. സാധാരണയായി ജില്ലാ ജയിലിലാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജയിലിലാണ് ഇങ്ങനെയുള്ള അണ്ടർ ട്രയൽ പ്രശ്നങ്ങളെ പാർപ്പിക്കുക. ഈ സമയത്ത് പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കുവാനും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇല്ലെങ്കിൽ ഈ അക്യൂസ്ഡ് പ്രതി ഇവരെ സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കാനോ ടാമ്പർ ചെയ്യാനോ ഒക്കെ ഇടയാകും. അത് ഒഴിവാക്കാനാണ് റിമാൻഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പോലീസ് കംപ്ലൈന്റ് ഒരു കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നു മജിസ്ട്രേറ്റിന്. കസ്റ്റഡി എന്തിനാണ് കസ്റ്റഡി? ഈ പ്രതിയെയും കൊണ്ട് തെളിവ് ശേഖരിക്കണം, മൊബൈൽ ഫോൺ കണ്ടെത്തണം. ഈ മൊബൈലിലൂടെ ആണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ മൊബൈൽ ഫോൺ കണ്ടെത്തുക. ഇത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറയും, MO. മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ട് കോടതിയിൽ സമർപ്പിക്കും മൊബൈൽ ഫോൺ. അതുപോലെ തന്നെ ബസ്സിന്റെ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് ശേഖരിക്കുക. എവിടെ വച്ചിട്ടാണ് ഇത് ആക്രമണം ഉണ്ടായത് അവിടെ കൊണ്ടുപോയി ശേഖരിക്കുക. അവിടെ ഉള്ളവരുടെ മൊഴി ശേഖരിക്കുക. ഇതാണ് പോലീസ് കസ്റ്റഡി. അത് മജിസ്ട്രേറ്റ് ഹാജരാക്കുന്ന സമയത്ത് 1 ദിവസവും 2 ദിവസവും പോലീസ് കസ്റ്റഡിയിൽ വിടും. കസ്റ്റഡി വിട്ടതിന് ശേഷം വീണ്ടും ഇവരെ കൊണ്ടുവന്ന് പ്രിസണിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് റിമാൻഡ് പോലീസ് കസ്റ്റഡി. ഇതാണ് റിമാൻഡ് പോലീസ് കസ്റ്റഡി. ഇനി എങ്ങനെയാണ് നമുക്കൊരു ജാമ്യം കിട്ടുക? എന്താണ് ബെയിൽ? ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് എൻ എക്സെപ്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ബെയിൽ? ജാമ്യം എന്ന് പറയുന്നത് ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുന്നു, അത് ഒരു ചെറിയ കുറ്റമാണ്, ചെറിയ പിഴയ്ക്കുള്ള ശിക്ഷയാണ് എങ്കിൽ അയാളെ സ്റ്റേഷനിൽ തന്നെ അയാൾക്ക് ജാമ്യം കൊടുത്തു വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ അവർക്ക് ജാമ്യം നൽകി വിട്ടേക്കും. പിന്നീട് വന്ന് അവർ അതിന്റെ ഫൈൻ അടച്ചാൽ മതിയാകും. അല്ലേ? അല്ലാത്ത ഹീനമായ കുറ്റകൃത്യങ്ങൾ, മർഡർ, റേപ്പ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അങ്ങനെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ 10 അതിലധികമോ വർഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയും. ഇതിന് ജാമ്യമില്ല. ഇനി എങ്ങനെ ജാമ്യം കിട്ടും? സാധാരണ 10 വർഷത്തിന് താഴെയാണ് കുറ്റകൃത്യമെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം, ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ബെയിൽ ബൈ ഡിഫോൾട്ട് ആണ്. ബെയിൽ ആൾറെഡി അവർക്ക് കിട്ടാവുന്നതാണ്. ഇനി മർഡർ അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് സ്വമേധയാ ജാമ്യം കൊടുക്കുന്നതാണ്. ഇപ്പൊ ജാമ്യത്തിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അപ്ലൈ ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതിയിൽ പോകാം, സെഷൻസ് കോടതിയിൽ പോകാം, അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി, ദെൻ സുപ്രീം കോടതി. ഇതാണ് നമ്മുടെ ജുറിസ്ഡിക്ഷൻ പവർ. ഇവിടെ നിന്ന് നമുക്ക് ജാമ്യം കിട്ടാവുന്നതാണ്. എങ്ങനെയാണ് ജാമ്യത്തിനുള്ള വ്യവസ്ഥിതികൾ? ഒന്ന്,
ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം നൽകിയത് കൊണ്ട് കുറ്റവാളി അല്ലാതാകുന്നില്ല. ജാമ്യം എന്ന് പറഞ്ഞ ഒരു ഇടക്കാലം, ടെമ്പററി അറേഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഇടക്കാലം, അതായത് പാസ്പോർട്ട് കെട്ടിവെക്കുക, ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുന്നിൽ സൈൻ ചെയ്യുക. ഇനി 2 ആൾജാമ്യം, ഇവരെ അറിയാവുന്ന 2 പേര്, എനി പേഴ്സൺ, അത് ബന്ധുക്കളാവാം അല്ലാത്ത ആളാവാം, അവർക്ക് കോടതിയിൽ പോയിട്ട് അവരുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അല്ലെങ്കിൽ അവസാനം അടച്ച കരം തീർത്ത രസീതും ആധാർ കാർഡ് ഹാജരാക്കി ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം, ഇവര് ഹാജരായില്ലെങ്കിൽ ഞങ്ങൾ ഇവരെ കൊണ്ട് ഹാജരാക്കാം എന്ന് പറഞ്ഞാൽ ജാമ്യക്കാർ കോടതിയിൽ ഹാജരായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജാമ്യ വ്യവസ്ഥിതി, അതാണ് ബോണ്ട് എന്ന് പറയുന്നത്, ബോണ്ട് ഒപ്പുവെച്ചോടുകൂടി ഈ അക്യൂസ്ഡിന് പുറത്തിറങ്ങാവുന്നതാണ്. എപ്പോഴാണോ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഈ അക്യൂസ്ഡ് വിമുക്തനാവുന്നത്, അപ്പൊ ഈ ബോണ്ട് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആവും. വേറെ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.